إن الحمد لله مصلي ومسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 270 ആയത്ത് വിശദീകരണം നോക്കൂ. വമാ അൻഫഖ്തും നിങ്ങൾ ചെലവഴിക്കുന്നില്ല മിൻ നഫഖത്തിൻ ഒരു ചെലവഴിക്കൽ ഔ നദർതും അല്ലെങ്കിൽ നിങ്ങൾ നേർച്ച നേരുന്നില്ല മിൻ നദിരിൻ ഒരു നേർച്ചയും നിങ്ങൾ നേരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെലവഴിക്കലും ചെലവഴിക്കുന്നില്ല നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു തആല യഅലമുഹു അതവൻ അറിയുന്നു. അല്ലാഹു അറിഞ്ഞുകൊണ്ടല്ലാതെ ഇതൊന്നും നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങളുടെ എല്ലാ നേർച്ചകളും അതുപോലെ നിങ്ങളുടെ എല്ലാ ദാനധർമ്മങ്ങൾ വഴി നിങ്ങൾ ചെലവഴിക്കുന്നത് കൃത്യമായി അറിയുന്നു. അതല്ല രേഖപ്പെടുത്തി വെക്കുന്നു. അതല്ലാഹു തആല വളർത്തിക്കൊണ്ടുവരുന്നു. അതിന് കൃത്യമായ പ്രതിഫലം യൗമുൽ ഖിയാമത്തിൽ തിരിച്ചു നിങ്ങൾക്ക് നൽകപ്പെടുകയും ചെയ്യും എന്നാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ പൊരുൾ. ഇനി നിങ്ങൾ നേർച്ചയുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ദീനായി പഠിപ്പിച്ച ഐച്ഛികമായ വിഷയങ്ങൾ മാത്രമേ, സുന്നത്തായ വിഷയങ്ങൾ മാത്രമേ നമുക്ക് നേർച്ചയാക്കാൻ വകുപ്പുള്ളൂ. അല്ലാതെ തെറ്റായ കാര്യം നേർച്ചയാക്കുകയാണെങ്കിൽ നാം കുറ്റക്കാരനായി മാറും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ്. അതുപോലെ ദാനധർമ്മം ചെയ്യുമ്പോൾ ശുദ്ധമായത് മുന്നായത്തിൽ വിശദീകരിച്ചതുപോലെ ശുദ്ധമായത് നല്ലത് മാത്രമേ ചെലവഴിക്കാൻ പാടുള്ളൂ. അതുമാത്രമല്ല അല്ലാഹുവിൽ നിന്നും പ്രതിഫലം ലഭിക്കണമെന്ന ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥതയോടുകൂടിയാണ് ദാനധർമ്മം ചെയ്യേണ്ടതും. അതിന്റെ അവസാന ഭാഗം അല്ലാഹു പറയുന്നു, നോക്ക് ഈ ആയത്തിന്റെ അക്രമികളായ ആൾക്കാർക്ക് യാതൊരു സഹായവുമില്ല എന്ന് പറഞ്ഞാൽ അക്രമികളായ ആൾക്കാർ അക്രമം പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ദേഹേച്ഛകൾക്ക് വഴിപ്പെട്ടുകൊണ്ട് ഈ ദുനിയാവിൽ പലതരത്തിലുള്ള ആഘോഷങ്ങളുടെ പിന്നാലെയും കളിയുടെയും വിനോദത്തിന്റെ പിന്നാലെയും അവർ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആഖിറത്തിൽ യാതൊരു സഹായവും അവർക്ക് ലഭിക്കുകയില്ല, ഒരു രക്ഷയും അവർക്ക് ലഭിക്കുകയില്ല എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.